ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഫോട്ടോയിലും നമ്മുടെ ഒരേ വസ്ത്രം തന്നെ ആയിരിക്കും. എന്നാൽ നമ്മുടെ മുഖമോ പശ്ചാത്തലമോ നമ്മൾ നിൽക്കുന്ന പൊസിഷനോ മാറാതെ തന്നെ നമുക്ക് ഏത് വസ്ത്രം വേണമെങ്കിലും, ആര് ധരിച്ച വസ്ത്രം വേണമെങ്കിലും നമ്മൾ ധരിച്ചതായിട്ട് ഫോട്ടോ നിർമ്മിക്കാൻ സഹായിക്കുന്ന സൗജന്യമായ ഒരു AI ടൂളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ AI ടൂളിലൂടെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ കുറച്ച് പരസ്യങ്ങൾ കാണണമെന്നേ ഉള്ളൂ, എങ്കിലും കുഴപ്പമില്ല. മറ്റുള്ള ആപ്ലിക്കേഷനിൽ നിങ്ങൾക്കറിയാം മുഖം മാറും, പശ്ചാത്തലം മാറും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം ലിമിറ്റേഷനാണ്. എന്നാൽ ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് യാതൊരു ലിമിറ്റേഷനും ഇല്ല, അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പരസ്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ടാണ് പരസ്യങ്ങളില്ലാതെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ ആപ്ലിക്കേഷനിൽ പരസ്യമുണ്ട്. പരസ്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു പേജാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടെങ്കിലും ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇതിലൂടെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് മാനുവലായിട്ട് എഡിറ്റ് ചെയ്യാം. അതായത് പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന ഓപ്ഷനാണിത്. നിങ്ങൾക്ക് ഇതിലും ലളിതമായിട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾക്ക് രണ്ടാമത് ഇവിടെ ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോട്ടോവും ഏത് വസ്ത്രമാണ് വേണ്ടത് ആ ഫോട്ടോവും അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഇതിലെ ആദ്യത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഏത് വസ്ത്രമാണ് വേണ്ടത്, അത് വസ്ത്രം മാത്രമുള്ളതായാലും ആരെങ്കിലും ധരിച്ച വസ്ത്രമായാലും എന്തായാലും അതിലേക്ക് സെലക്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ ക്രോപ്പൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ക്രോപ്പൊക്കെ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഇനി മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കുന്നതോടുകൂടി അതും അപ്ലോഡ് ആകും. ഇനി ഇവിടെ താഴെ പിങ്ക് കളറിൽ നിങ്ങൾക്ക് ചേഞ്ച് ക്ലോത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ജസ്റ്റ് നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ അല്പസമയം എടുക്കും. ചില സമയത്ത് അതിനിടയിൽ പരസ്യങ്ങളൊക്കെ കാണിക്കും കേട്ടോ. അല്പസമയം കഴിഞ്ഞാൽ ഇതുപോലെ റിസൾട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം എൻ്റെ പശ്ചാത്തലം മാറിയിട്ടില്ല, എൻ്റെ നിൽക്കുന്ന പൊസിഷൻ മാറിയിട്ടില്ല, മമ്മൂക്ക ധരിച്ച ആ വസ്ത്രം ഞാൻ ധരിച്ചതായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോയിലെ വസ്ത്രം വളരെ ഈസി ആയിട്ട് ഈ ആപ്ലിക്കേഷനിലൂടെ മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ മുകളിൽ സേവ് ബട്ടൺ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഒരു പരസ്യം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക, പരസ്യം ഷോ ആവും. പരസ്യം കണ്ടു കഴിഞ്ഞാൽ അത് ഗാലറിയിലേക്ക് സേവ് ആയിക്കൊള്ളും. ഇനി ഇതിൽ തന്നെ വേറെയും ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഷോ സാമ്പിൾ ക്ലോത്ത്സ് എന്ന് പറയുന്ന ഒരു ടിക്ക് മാർക്ക് ഉണ്ട്. അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് സ്ത്രീകളുടെ വസ്ത്രവും പുരുഷന്മാരുടെ വസ്ത്രമൊക്കെ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കാറ്റഗറി ബേസിൽ പല ഷർട്ടും പാൻറ്റും, സ്ത്രീകളാണെങ്കിൽ ഒരുപാട് വസ്ത്രങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് ഡ്രസ്സ് ഇതിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.